വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ വീട്ടിലൊരു അവക്കാഡോ പ്ലാന്റ് ചെയ്യാമെന്നാണ്. അതിനാവശ്യമുള്ളതായിട്ട് 1 അവക്കാഡോ, 3 കോക്ടെയിൽ സ്റ്റിക്സ്, lukewarm water and glass of cold water. So let's get started. Firstly, നമുക്ക് ഈ അവക്കാഡോ കട്ട് ചെയ്യാം without touching the seed. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ 3 അവക്കാഡോസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം 3 സൈസസ് ഓഫ് സീഡ്സ്. ഇതാണ് ഇതിൻ്റെ അവക്കാഡോ പാർട്ട് ഇച്ചിരി മുഷിയാണ്, പക്ഷെ അത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ സീഡ് നൈസ് ആൻഡ് ഹെൽത്തി ആയിട്ടായിരിക്കുന്നത്. ഇതിൻ്റെ അവക്കാഡോ പാർട്ട് ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ സീഡ് ഇച്ചിരി സ്മോൾ ആണ്. അപ്പോൾ ഈ സീഡ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്, ബിക്കോസ് അത് ഫാസ്റ്റർ ആൻഡ് മോർ എഫിഷ്യൻ്റ്ലി വളരും. Next step is we have to remove the seed from the avocado. So if you use a spoon, it's much easier. So you just scoop that seed out. Be gentle and slow when you're scooping it out. So we can see the seeds quite like it's got a lot of avocado. So we're going to just wash that in the lukewarm water. Get it nice and clean. After I've washed it, I'll show you. Next, I've prepared a kitchen towel to dry the seed. Make sure it's completely dry because it will make the next step much easier. സോ ഞാൻ നല്ലതായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, നൈസ് ആൻഡ് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലൂടെ മൂവ് ഓൺ ചെയ്യുക. ഈ സ്റ്റെപ്പാണ് മോസ്റ്റ് ഹാർഡസ്റ്റ് സ്റ്റെപ്പ്. വി ഹാവ് ടു ടേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യണം ഈ സ്റ്റെപ്പ്, അല്ലെങ്കിൽ ദ ഹോൾ പ്രോസസ് കൻ ഗോ റോങ്. The next step is peeling the skin, the outer layer skin of the seed. So we have to try and do that without harming the seed inside. So we have to be really gentle and slow with this. And we have to find an opening tip for us to start peeling it. അപ്പോൾ ഞാനിവിടെ ടിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് പീലിംഗ്. സോ സ്ലോലി ഇനി നമ്മൾ ടൈം എടുത്ത് വേണം ഇത് പീൽ ചെയ്യാൻ. ഇത് സ്ലോലി ടൈം എടുത്ത് ടേക്ക് യുവർ ടൈം ഓൺ ദിസ് ആൻഡ് മേക്ക് ഷുവർ യു ഗെറ്റ് ഇറ്റ് പെർഫെക്റ്റ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ ഔട്ടർ സ്കിൻ മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട്, നൈസ് ആൻഡ് ഷൈനി സർഫസ് റിവീൽ ചെയ്ത്. അപ്പം ദിസ് ഈസ് ദ thick hard skin, the outer skin, അത് മൊത്തം ഞാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കോക്ടെയിൽ സ്റ്റിക്സ് സീഡിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു മെയിൻ പാർട്ട് ഇവിടെ കാണാം, അവക്കാഡോയുടെ റൂട്ട് വരാൻ പോകുന്ന പാർട്ടാണിത്. അവിടെയല്ല കോക്ടെയിൽ സ്റ്റിക്സ് കുത്തുന്നത്, ഇവിടെ ദി ഓപ്പോസിറ്റ് സൈഡ്. സോ ഇനി കോക്ടെയിൽ സ്റ്റിക്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. സോ 3 കോക്ടെയിൽ സ്റ്റിക്സ് ആണ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് 3 സൈഡ്സിലോട്ടും കുത്തി കയറ്റണം. സോ ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇനി കോക്ടെയിൽ സ്റ്റിക്സ് കുത്തിവെച്ച സീഡ് വെള്ളത്തിലോട്ട് ഇറക്കുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഈ സൈഡ് താരോട്ട് നിൽക്കണം, ഫേസ് ഡൗൺ ടു ദ വാട്ടർ. എന്നിട്ട് ഈ കോക്ടെയിൽ സ്റ്റിക്ക് കുത്തി വെച്ചിരിക്കുന്ന സൈഡ് മുകളിലോട്ട് നിൽക്കണം. ഇനി നമുക്ക് വെള്ളത്തിലോട്ട് പ്ലേസ് ചെയ്യാം. സോ നിങ്ങൾക്ക് കാണാം ഈ കോക്ടെയിൽ സ്റ്റിക്സ് വെച്ചിരിക്കുന്നുണ്ട്, അത് സ്റ്റേ അപ്പ് ചെയ്യുന്നുണ്ട് വാട്ടറിലോട്ട്. ഇനി നമുക്ക് വാച്ച് ആൻഡ് സീ ചെയ്യാം നമ്മുടെ റൂട്ട് ഗ്രോ ചെയ്യുന്നത്. സോ ഞാൻ ഈ നമ്മുടെ സീഡ് വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കാനുള്ള ഒരു രീതിയിലാണ് ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിവിടെ ഇരുന്ന് ഇനി ഗ്രോ ചെയ്യും. അപ്രോക്സിമേറ്റ്ലി 2 വീക്സ് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ വാട്ടർ ചേഞ്ച് ചെയ്യണം, എവറി 2 വീക്സ്. സോ അത് ഫ്രഷ് ആൻഡ് ഹെൽത്തി വാട്ടർ ഉണ്ടെന്നേ ഉള്ളൂ സീഡ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ വാട്ടർ ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ചിലപ്പം ഡേർട്ടി ആകാൻ ചാൻസ് ഉണ്ട് ഈ വാട്ടർ. അപ്പം നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ക്ലീൻ ഔട്ട് ചെയ്തിട്ട് പുതിയ വാട്ടർ ഒഴിച്ച് സീഡ് തിരിച്ചിറക്കി വെക്കണം. സോ ഇനി ഒരു 4 വീക്സ് കഴിഞ്ഞിട്ട് കാണാം. സോ നമ്മുടെ അവക്കാഡോയുടെ സീഡ് ഫുള്ളി റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ റൂട്ട് ഫുള്ളി ഡെവലപ്പ് ചെയ്തു. അപ്പം നമുക്കിനി കോമ്പോസ്റ്റിലോട്ട് കുഴിച്ചിടാം. ഇപ്പോൾ ആദ്യമേ നമ്മുടെ സീഡ് പതുക്കെ കോമ്പോസ്റ്റിലോട്ട് വെച്ചിട്ട് അത് കവർ ചെയ്യണം അതിൻ്റെ റൂട്ട്. ദെൻ മോർ സോയിൽ വെച്ച് സീഡും കവർ ചെയ്യണം.
റൂട്ട് ബെൻഡ് ചെയ്യാതിരിക്കാൻ നോക്കണം മാക്സിമം. ഞാൻ കോക്ടെയിൽ സ്റ്റിക്സ് സീഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അത് കോമ്പോസ്റ്റിലോട്ട് കുരിച്ചിട്ടു. ഇനി നമുക്കതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ലൈറ്റ്ലി വാട്ടർ ചെയ്യാവുള്ളൂ എല്ലാ ദിവസവും ഓർ എല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലോ വാട്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഇവൻച്വലി ഗ്രോ ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റായി മാറും. അവക്കാഡോ പ്ലാന്റ് ഒരു 90 days കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനെല്ലാ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും വെള്ളം ഒഴിച്ചു കൊടുത്ത് ലീവ്സൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് ക്യാരി ഓൺ ചെയ്യുമ്പം ഹോപ്പ്ഫുള്ളി ആഫ്റ്റർ എ ഫ്യൂ മോർ മന്ത്സ് നമുക്കൊരു ഈവൻ മോർ ഡെവലപ്മെൻറ്റ് കാണാം. അവക്കാഡോ ഉണ്ടായിട്ട് വരാൻ about 3 years എടുക്കും. സോ ഇത് ജസ്റ്റ് ഒരു 90 days, ഒരു 4 months ഒരു അവക്കാഡോ സീഡ് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇനി അത് നമുക്ക് ഈവൻ ലോങ്ങർ ഉണ്ടായി അവക്കാഡോ കഴിക്കാം നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.